ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 നേന്ത്രപ്പഴം ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പാലും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 2 മുട്ടയും ഒരു പിഞ്ചുപ്പും ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മുടെ ബാറ്റർ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബദാമും 1 ടേബിൾ സ്പൂൺ തന്നെ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്ങിൽ നട്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് തേങ്ങയും അതുപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഫില്ലിങ് റെഡിയാക്കി എടുത്തത്. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും യൂസ് ചെയ്യാം. അപ്പോൾ ഫില്ലിങ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് പകുതി ബാറ്റർ നമ്മൾ ആദ്യം ഇതുപോലെ സോസ് പാനിൽ ഒഴിച്ച് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ദോശക്കല്ല് വെച്ചിട്ട് ആ ദോശക്കല്ല് ഒന്ന് ചൂടായി വരുമ്പോൾ അതിന് മുകളിലേക്ക് നമ്മുടെ സോസ് പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഫില്ലിംഗ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ബാറ്റർ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഫില്ലാവുന്ന വിധത്തിൽ ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക ബാറ്റർ. അതിനുശേഷം ഒരു 20-25 മിനിറ്റ് വരെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് ഇറക്കി നോക്കിയപ്പം പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗം കൂടെ ഒന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ റെസിപ്പീസും വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.